ഇന്ന് ഞാൻ അടിപൊളി ഒരു പോത്തിറച്ചി എങ്ങനെയാണ് കറി വെക്കുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. ഇന്ന് എനിക്ക് 1 കിലോ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. ആ ബീഫ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും സവോള ചേർത്ത് ബീഫ് കറി വെക്കാറില്ല. ഇത്രയും 1 കിലോ ഇറച്ചിക്ക് ഞാൻ ഇത്രയും ചെറിയുള്ളിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എല്ലാവരും സവോളയല്ലേ അരിഞ്ഞിടുന്നത്, പക്ഷേ ഞാൻ ഒരിക്കലും സവോള ഇത് വേവിക്കുമ്പോൾ ഇടാറില്ല. ഇതാണ് ഞാൻ ചേർക്കുന്ന ചെറിയുള്ളി വെച്ചിട്ട് നമ്മൾ ബീഫ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഈ ഇഞ്ചിയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്രയും ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇഞ്ചി അത്ര നല്ല ഇഞ്ചിയല്ല കിട്ടിയത്. അപ്പം അതിൻ്റെ ഇത്രയും ഇഞ്ചി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയുള്ളി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതേപടി മുഴുവനോടെ ഇടുവാണ്. ഞാനിത് സ്റ്റൗവിലോ വെച്ചല്ല ഉപയോഗിക്കുന്നത്. ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഇറച്ചി വേവിക്കാൻ പോകുന്നത്. അപ്പം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ സ്പൂണിന് കണക്കാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഈ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ശേഷം കണ്ടോ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തേക്ക്, ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഒരു പിടി കരിവേപ്പില, 2 ഇതൾ കരിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്നൊരു ചപ്പാണ്. ഈ ചപ്പും കൂടെ ഞാൻ 2-3 ചപ്പും കൂടെ ഞാൻ അതിനകത്തിടും. ഇറച്ചിക്കകത്തിടുന്ന ചപ്പാണിത്. ഈ ചപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ബീഫിന് എങ്ങനെയായാലും ഈ ചപ്പിടണം. അതിനുശേഷം ഉപ്പും കൂടെ ഇട്ടു. നന്നായിട്ടിത് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കുവാണ്. അപ്പോൾ ഇറച്ചിക്കകത്ത് സാധാരണ വെള്ളം ഉണ്ടാകും. നമ്മൾ കഴുകി വരുമ്പോൾ ഇറച്ചിയിൽ എങ്ങനെയായാലും വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. വേവിച്ചതിന് ശേഷം ഇതിൽ ചേർക്കുന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾക്ക് ആർക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതിയേ. നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറച്ചി മസാലപ്പൊടികളോ ഒന്നും കാര്യങ്ങളും ചേർക്കില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള മസാല ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ മുളക് എന്ന് വെച്ചാൽ ഉണക്കമുളക്, തേങ്ങ, പെരിഞ്ചീരകം, ഏലക്കായ, പട്ട, കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത്രയും ഉണക്ക മല്ലിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ മല്ലിയും മുളകും കൂടെ വറക്കും. അതിനുശേഷം തേങ്ങയും ബാക്കിയുള്ള ഐറ്റംസും വറുത്തെടുക്കും. എന്നിട്ട് നമ്മുടെ ഈ വെന്ത ഇറച്ചിക്കകത്തേക്ക് നമ്മൾ ഈ വറവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ അനാവശ്യമായിട്ടുള്ള ഇറച്ചി മസാലകളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിക്കുകയില്ല. നമ്മുടേതായ മസാലകൾ കൂട്ടിച്ചേർത്ത് വെച്ചാലേ ഇറച്ചിക്ക് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ വെച്ച് നോക്കുക. അന്നേരം നിങ്ങൾക്ക് തിരിയും നമ്മൾ ഇറച്ചി മസാലപ്പൊടി ഇട്ട് വെക്കുന്നതും നമ്മളിങ്ങനെ വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കൂട്ടുകളും ചേർന്ന് എല്ലാം ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് എണ്ണ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഓവറായിട്ട് നമുക്ക് എണ്ണ അതിനകത്ത് വേണ്ടി വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളുടെ കൂട്ടുകൾ ഇടേണ്ടത്. അപ്പം അതിനകത്തേക്ക് എല്ലാ കൂട്ടുകളുടെ ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ച് ഇത് വറക്കാൻ പോവുകയാണ്. ഇറച്ചിക്ക് വേണ്ട മസാലകളാണിത് മൊത്തം. ഞാൻ എല്ലാം അത് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വിട്ടതിന് ശേഷം ഞാൻ വറക്കുകയാണ്. അപ്പോൾ ഇതേ ഭാഗത്ത് ഞാൻ 2 കരിവേപ്പിലയും കൂടി ഇട്ടിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു നല്ല ഒരു മണം വരും നമ്മളിങ്ങനെ വറുത്ത് വരുമ്പോൾ. പിന്നെ നമ്മുടെ ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ മൂപ്പ് അറിയുന്നത് നമ്മുടെ മല്ലിയും നമ്മൾ ഇട്ട കുരുമുളകും എല്ലാം പൊട്ടുന്ന ഒരു ടൈമാണ് ഇതിൻ്റെ മൂപ്പ്. ആ മൂപ്പിന് നമ്മളിത് നന്നായിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട്, സാധാരണ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാർ അരച്ചുകൊണ്ടിരുന്നത് കല്ലിലാണ്. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് നമുക്ക് കല്ലിൽ വെച്ച് അരയ്ക്കാൻ പാടുള്ളത് കൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ച് എടുക്കും. പക്ഷേങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നത്, അഥവാ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം മാത്രമേ അതിനകത്ത് ഒഴിക്കാവുള്ളൂ. തണുത്ത വെള്ളം ഒരിക്കലും ചേർക്കാൻ പാടില്ല. നമ്മൾ അടുപ്പിൽ വെച്ച് ഇറച്ചി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇറച്ചി അടുപ്പിൽ വെച്ചിട്ട് വെന്തു. ഒരിക്കലും നമ്മുടെ കുക്കറിൽ വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ഇറച്ചി ആകില്ല. ഇതിലേക്കാണ് നമ്മൾ ആക്കി വെച്ച കൂട്ട് എല്ലാം കൂടെ വറുത്തരച്ച് എല്ലാം ശരിയാക്കി ചേർക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് ഇറച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച ഇറച്ചിക്കറിയുടെ ഇതാണ്. നമ്മൾ തിളയ്ക്കുമ്പോഴത്തേനും പയ്യെ തള വരുമ്പോഴത്തേനും നമ്മൾ കടുക് വറുത്തിട്ടിട്ട് വാങ്ങുക. ആഹാ, നല്ല അടിപൊളി ബീഫ് കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്.
ഇന്ന് ഞാൻ ചക്കയാണ് പുഴുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചക്കയുടെ പുറത്ത് ഒഴിച്ച് ഇത് ചാറോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അയ്യ, എന്ത് രസം! ചക്കപ്പുഴുക്കും ബീഫ് കറിയും കഴിക്കാൻ. കണ്ടോ, എല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കൂ. അടിപൊളി ചക്കപ്പുഴുക്കും ബീഫ് കറിയും കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. ഇങ്ങനെ ബീഫ് കറി വെച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ, ഹായ്.